രാവിലെ വന്ന് കാര്യങ്ങളും വണ്ടിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ ഈ ഓയിലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു തവണയായി, ആദ്യത്തെ തവണ പോയി വണ്ടി കേളു പാലത്തിൻ്റെ അവിടെ വരെ ചെന്നപ്പോഴത്തേന് സ്റ്റിയറിംഗ് സ്റ്റക്കായി. അന്ന് എന്തോ ഭാഗ്യത്തിന് സ്ലോയിലായിരുന്നു വണ്ടി, അതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റി. ഇതുപോലെ അന്ന് മാറിയതായിട്ട് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പും കാര്യങ്ങളും എല്ലാം മാറിയത്. ഇപ്പം ഇങ്ങനെ 2 ലക്ഷം രൂപ അടുപ്പിച്ച് ഇത് പണിയാൻ തന്നെ നമുക്ക് ആയിട്ടുണ്ട്. ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ടാങ്കും സ്റ്റിയറിംഗ് ബോക്സും പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പും. സെപ്റ്റംബർ 19 മുതൽ തുടങ്ങിയ ഒരു ആക്രമണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട്. പിന്നെ ഒക്ടോബർ 2, ഒക്ടോബർ 25. അപ്പോൾ ഇതൊക്കെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. അല്ലാതെ സാമ്പത്തിക നഷ്ടം നമുക്ക് എങ്ങനെ നികത്താൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് വണ്ടി ഇവരറിയുന്ന പോലും ഇല്ല, പുറമേ നോക്കുമ്പോൾ വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല, വണ്ടി എടുത്ത് പകുതി വഴിയൊക്കെ ആകുമ്പോഴാണ് പെട്ടെന്ന് അത് നിന്നു പോകുന്നതും. ആ ഒരു അവസ്ഥ ഡ്രൈവർമാർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഉള്ളിലായതുകൊണ്ട് അറിയുന്നില്ല. പുറമെ യാതൊരു പരിക്കും ഒരു വണ്ടിക്കും ഇല്ല. പക്ഷെ അത് എന്തായാലും വണ്ടിയുടെ പണികൾ നന്നായിട്ട് അറിയാവുന്നവരാണ്. വണ്ടിയുടെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല. കോന്നി പോലീസിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. 2 പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തു. മൂന്നാമത് ഇന്നലെ വിളിച്ചപ്പോഴും അവിടെ നിന്ന് വരാൻ ആളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം ഒന്നും നടന്നിട്ടില്ല. അതിസാധാരണക്കാരെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുക, അപ്പോൾ അവരെ കൊണ്ടുവരുന്ന ബസ്സാണ്. സാമ്പത്തികം നോക്കിയിട്ടില്ല ഇതൊക്കെ ഓടുന്നത്. അതൊക്കെ ടീച്ചർമാർ കയ്യിൽ നിന്നൊക്കെ പൈസ ഇറക്കിയത് ഓടുക. അപ്പോൾ ഇത് ആര് ചെയ്താലും അത് പറഞ്ഞതുപോലെ അത് ദൈവത്തെ ഭയമില്ലാത്തവർ, മനുഷ്യരെ ഭയമില്ലാത്തവരെ ചെയ്യുക. അപ്പോൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി നിങ്ങൾ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ.